ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി വ്യൂ തന്നെയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ കിഴൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ കുറച്ച് കാഴ്ചകളാണ്. അപ്പോൾ കിഴൂർ എൻ്റെ ചേച്ചിയുടെ വീടാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ വീട് കിഴൂരാണ്. അപ്പോൾ അവിടെ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ കുറച്ച് വീടിനടുത്തുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളെപ്പോഴും ഇവിടെ വരാറുണ്ട്. ഇവിടെ വരുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. കാരണം നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല, കാരണം അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കിഴൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അക്വഡേറ്റ് പാലം, ഇക്കോ ടൂറിസം ഒക്കെ ആ ഒരു ഭാഗങ്ങളുടെയൊക്കെ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ തന്നെ അതിനടുത്താണ് എൻ്റെ ചേച്ചിയുടെ വീട്. പിന്നെ ഈ കാണുന്നത് കൃഷി, എൻ്റെ ചേച്ചിയുടെ കൊച്ചു കൃഷിത്തോട്ടാണ്. ചേച്ചിയും ഏട്ടനും കൂടി ചെയ്യുന്നൊരു ചെറിയ കൃഷിയാണ്. അപ്പോൾ ഇവിടെ മൊത്തം കൃഷികളാണ് കേട്ടോ. മൊത്തം നെല്ലും മറ്റ് പച്ചക്കറിയും എല്ലാം ആയിട്ട് മൊത്തം കൃഷികളുടെ ഒരു ഏരിയയാണിത്. അപ്പോൾ പിന്നെ നേരെ പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ചേച്ചിയുടെ വീട് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെപ്പോഴും ഇവിടെ വന്ന് നിൽക്കാറുണ്ട് കാഴ്ചകളൊക്കെ കാണാനായിട്ട്. ഇവിടെ എപ്പോഴും ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങളിവിടെ ഈ പാടത്ത് ഇറങ്ങി നിൽക്കും. നമ്മൾ രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്കും നമ്മുടെ ഇവിടേക്ക് വരുമ്പോൾ അങ്ങനെ പാടത്തേക്ക് ഇറങ്ങും. പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ പോവാറുണ്ട്. അപ്പോൾ അത് ചേച്ചിയുടെ വീട്ടിലത്തെ പശുവാണ് കേട്ടോ ആ നിൽക്കുന്നത്. മണിക്കുട്ടി എന്ന് പറഞ്ഞ പശുവാണ്. അപ്പോൾ ഏട്ടൻ പശുവിനെ കെട്ടാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ തന്നെ പശുവിനെ കെട്ടാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ റിച്ചൂട്ടനും ഉണ്ട്. അപ്പം റിച്ചൂട്ടനെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വേണം എനിക്ക് വീഡിയോ കുറച്ച് ഭാഗങ്ങൾ അവിടെ മുന്നോട്ട് പോയിട്ട് നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഏട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ നമ്മുടെ റിച്ചൂട്ടനെ ഏട്ടൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ചേച്ചിയുടെ ഏട്ടൻ്റെയും കൃഷിത്തോട്ടത്തിൻ്റെ അരികിലുള്ളൊരു ചെറിയ വരമ്പുണ്ട്. ആ വരമ്പിലൂടെയാണ് ഇപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല തണുപ്പും നല്ല കാറ്റുമാണ് കേട്ടോ. ഇവിടെ ഈ പാടത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഭയങ്കര കാറ്റാണ് ഇവിടെ. രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ഭയങ്കര കാറ്റാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളുടേതാണ്. നിറയെ പാടങ്ങളാണ്. പിന്നെ ആ കാണുന്ന മലയുണ്ടല്ലോ, അതാണ് കൂനമല എന്ന് പറയുന്നത്. അനങ്ങന്മല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. കൂനമല, ഈ അനങ്ങന്മലയും കൂനന്മലയുടെയും ഐതിഹ്യം ഏകദേശം ഒന്ന് തന്നെയാണ് കേട്ടോ. അതായത് നമ്മുടെ ഹനുമാൻ മൃതസഞ്ജീവനി കൊണ്ടുപോകുന്ന സമയത്ത് ആ ഒരു മലയുടെ ഓരോ കഷ്ണങ്ങൾ വീണതാണ് ഈ അനങ്ങന്മലയും കൂനമലയും. അപ്പോൾ കൂനമല എടുക്കാനായിട്ട് നോക്കി വയ്ക്കുമ്പോൾ കൂനമല ഹനുമാൻ സ്പർശിച്ചപ്പോൾ അത് കൂന്നുപോയി. അങ്ങനെ അത് കൂനമല എന്നുള്ള ആ ഒരു പേര് കൂനമലയ്ക്ക് വരികയും പിന്നീട് അനങ്ങന്മലയുടെ ഭാഗത്ത് വീണ ആ ഒരു കഷ്ണം എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അത് അനങ്ങിയില്ല. അങ്ങനെ അത് അനങ്ങന്മല എന്നുള്ള പേര് വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ അനങ്ങന്മലയും കൂനമലയും. ഈ കാണുന്നതാണ് കേട്ടോ അനങ്ങന്മല. അപ്പോൾ അനങ്ങന്മലയുടെയും കൂനമലയുടെയും ഒരു ഇടയിലുള്ളൊരു ചെറിയ ഗ്രാമമാണ് കേട്ടോ ഈ ഒരു കിഴൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമം. അപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി കാഴ്ചകൾ തന്നെയാണ്. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പോകാൻ പറ്റില്ല. അത്രയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും കാഴ്ചകളൊക്കെയാണ് ഇവിടെ കാണാനുള്ളത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഭാഗത്തെ പാടങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതിന് അപ്പുറത്ത് വേറെയും കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. കാടാമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അവിടുത്തെ ഷോർട്സ് ഞാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ അവിടെയും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. കാടാമ്പാറ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ ഒരുപാട് ഷൂട്ടിങ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. സിനിമ ബോഡി ഗാർഡൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണത്. പിന്നെ വേറെയുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ, ഒരു ഭാഗങ്ങളുണ്ട്. ഞാനത് കാണിക്കുകയും മഴയൊന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടുത്തെ കാണാൻ തന്നെ അടിപൊളി കാഴ്ചകൾ. അപ്പോൾ അതൊക്കെ കാണിക്കാം. രാവിലെ തന്നെയാണ് കേട്ടോ ഞാനൊരു വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടിയുണ്ട്. എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാനായിട്ട് എൻ്റെ കൂടെ ഒരു കുട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അവനാണ് ഇപ്പോൾ എനിക്ക് കാഴ്ചകളൊക്കെ ഓരോന്നൊക്കെ കാണിച്ചു തരുന്നത്. അത് അവിടെ ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഓരോന്നൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് കാണിച്ചു തരുന്നത് ഇവനാണ് കേട്ടോ. ബേബി എന്ന് ഞങ്ങൾ വിളിക്കും. അപ്പോൾ അവനാണ് എനിക്ക് ഓരോ കാഴ്ചകളൊക്കെ എനിക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എന്താ നല്ല ഭംഗിയുണ്ട്. നിറയെ പച്ചപ്പ്, ഫുള്ള് പച്ചപ്പായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഗ്രാമപ്രദേശമാണ് ഇത് കേട്ടോ. എന്താ അടിപൊളി കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാനുള്ളത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്.
ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂടുതൽ കാഴ്ചകൾ ഞാൻ വേറൊരു വീഡിയോയിൽ കിഴൂർ ഗ്രാമത്തിൻ്റെ ഞാൻ കാണിക്കാം. അത് വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. ഇവിടുത്തെ മഴയൊക്കെ ഒന്ന് പോയതിന് ശേഷം. അപ്പോൾ വീണ്ടും നമ്മൾ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോരുകയാണ്. അപ്പോൾ നമ്മുടെ റിച്ചൂട്ടിനെ എടുത്തിട്ട് ഏട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും അടുത്ത വീഡിയോയിൽ. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.